ഇപ്പൊ 2016 വന്നത് ശരിക്കും, 15-16 വന്നത്. അപ്പൊ ഈ കുറെ ഓഡീഷൻസിൽ പോയി പല ഇടയ്ക്ക് പറഞ്ഞ കുറെ ഈ റിജക്ഷൻസ്, ദുരനുഭവങ്ങൾ, അങ്ങനെയൊക്കെ എന്തെങ്കിലും വേദനിപ്പിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? റിജക്ഷൻസിന് നമുക്ക് ഒരിക്കലും ഒരു വേദന, അത് ചിലപ്പോൾ അവർക്ക് ആപ്റ്റ് അല്ലാത്തതുകൊണ്ട് നമ്മളെ കട്ട് ചെയ്യുന്നു. പക്ഷെ നമുക്കൊരു വേദനിപ്പിക്കുന്ന എന്തെങ്കിലും സംഭവങ്ങളൊക്കെ പല ആർട്ടിസ്റ്റ് വേറെ സിനിമ മേഖലയിൽ നിന്ന് ഫീൽ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ അത് മടുത്തിട്ട് ഞാൻ ഇനി പോവാണ്, ഇതെനിക്ക് ഇനി വയ്യ. അല്ല, ഇത് അതിന്റെ രസം എന്തെന്നറിയോ, ഇത് ഭയങ്കര അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. കാരണം ഈ മറ്റേ സിനിമയിൽ പറയുന്ന പോലെ പേടിക്കാനും വേണ്ടേ അപ്പുകുട്ട ഒരു ബുദ്ധി എന്ന് പറയുന്ന പോലെ ഇതൊക്കെ കേട്ടിട്ട് നെഗറ്റീവ് ആണെന്ന് ചിന്തിക്കാനുള്ളത് ബുദ്ധി വേണ്ടേ? എനിക്ക് ആക്ച്വലി ആ ബുദ്ധി ഇല്ല, സീരിയസ്ലി ഇല്ല. ഇപ്പൊ നമ്മളൊരു ഓഡിഷന് പോകുമ്പോൾ നമ്മൾ അവിടെ സെലക്ട് ആയില്ല, അല്ലെങ്കിൽ വേറൊരാൾ പോകുമ്പോഴത്തേക്ക് നമ്മളെ ലിറ്ററലി ഇത് കട്ട് ചെയ്ത് മാറ്റിയാണ്. ഇതൊക്കെ ചെയ്യുമ്പോഴും അയ്യോ ഇതൊക്കെ ഞാൻ നെഗറ്റീവായിട്ട് ചിന്തിക്കണ്ടേ എന്നൊരു തോന്നുന്ന ഒരു തോട്ടില്ലേ, അതെനിക്ക് വന്നിട്ടില്ല. അല്ലാതെ ഈ പോളിഷ് ചെയ്തിട്ട് പറയുമ്പോ നമ്മൾ പറയുമല്ലോ, പെൺകുട്ടിയോട് റിജക്ട് ചെയ്യുമ്പോൾ ചേട്ടൻ എന്നെക്കാട്ടും നല്ല പയ്യന് കിട്ടും എന്ന് പറയണ പോലെ, അല്ല നല്ല പെൺകുട്ടി കിട്ടും എന്ന് പറയുന്ന ഒരു തരം റിജക്ഷൻ. അങ്ങനെ സുഖിപ്പിച്ച് റിജക്ട് ചെയ്തുകൊണ്ട് അത് തലയ്ക്ക് മനസ്സിലാവാത്തോണ്ടാണോ? എനിക്കറിയില്ല. ആക്ച്വലി എനിക്ക് അങ്ങനത്തെ ഒരു ഞാൻ തോറ്റു പോകുമോ എന്നുള്ള ഭയം എനിക്കില്ല. കാരണം അങ്ങനെ ഒരു ഭയം ഉണ്ടെങ്കിലാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇതിനെപ്പറ്റി പേടിക്കേണ്ടതെന്ന് തോന്നും. അപ്പം എനിക്ക് അങ്ങനത്തെ ഒരു ഭയമൊന്നുമില്ല. ഇപ്പം ഞാൻ നാളെ ഇപ്പം ചേട്ടൻ ചോദിച്ചതുപോലെ മലയാളത്തിൽ നിന്ന് ചുവട് വയ്ക്കണോ തമിഴിൽ ചുവട് വയ്ക്കണോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മൾ തോറ്റു പോകുമെന്നുള്ള ഭയം ഉണ്ടെങ്കിലാണ് നമ്മൾ അത്രയും പ്ലാൻഡ് ആയിട്ടൊക്കെ ചെയ്യേണ്ടതെല്ലാം. ഞാനിത് ഭയങ്കര എന്താ പറയുക, ഇത് നമ്മൾ കഴിഞ്ഞു വന്നു. ഇത്രയും സ്ട്രഗിൾസൊക്കെ ഏത് മേഖലയിൽ പോയാലും സ്ട്രഗിൾ ഇല്ലാത്ത ഒരു സ്ഥലവും ഇല്ല. അപ്പം ഇതൊക്കെ നമ്മളെ മോൾഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സായിട്ടാണ്. നമ്മൾ ക്യാരക്ടർ നാളെ ചെയ്യാൻ പോകുമ്പോൾ ലൈഫിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ഇതുണ്ടല്ലോ, ആ പ്രോസസ്സായിട്ടാണ് ഞാൻ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇത്തരം സ്ട്രഗിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതനുസരിച്ച് നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ. ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞല്ലോ, നമുക്ക് പണ്ടത്തെ ഞാനും ഇപ്പോഴത്തെ ഞാനും നോക്കുകയാണെന്നുണ്ടെങ്കിൽ, പണ്ട് എനിക്കൊരു സ്റ്റാർ ആകണമെന്നൊരാഗ്രഹം. നമ്മൾ എന്ത് കാര്യമാണോ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നത്, ഇപ്പം നമ്മളൊരു ഷെഫാണ്, നമ്മളത് നന്നായി ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ അതിൽ സ്റ്റാർ ആവും. അതിപ്പോൾ സിനിമ എന്നുള്ളതല്ല, നമ്മൾ ചെയ്യുന്ന ജോലി കണ്ടിന്യൂസ് ആയിട്ട് അതിന് ഭയങ്കരമായിട്ട് ആസ്വദിച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിൽ സ്റ്റാർ ആവും. അപ്പോൾ അതുപോലെ എന്ത് മേഖലയിലും നമുക്കത് പറ്റും. അപ്പം ഞാൻ അതുകൊണ്ടാണ് അത് എടുത്തു പറയാനുള്ള കാരണം, നമ്മൾ എന്തെങ്കിലും ആത്മാർത്ഥമായി ചെയ്യുക എന്നുള്ളത് മാത്രമേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത്രയും ടെൻഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല.